അപ്പൊ തുടങ്ങാല്ലേ? ഹര ഹരോ ഹര. പ്രശാന്ത് ശിവൻ, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത്? നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലാത്ത തന്റെ സ്വകാര്യ ഇടത്തിൽ കൺസെൻഷ്യലായി ഉഭയസമ്മത പ്രകാരം അദ്ദേഹത്തിന്റെ ചില ചാറ്റുകൾ അത് പിന്നീട് പിണങ്ങുന്ന സമയത്ത് പുറത്തു വരുന്നു. ശരി, ധാർമ്മികതയെ കരുതി കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കണ്ട എന്ന് കരുതി ആ MLA അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. പക്ഷേ MLA എന്ന നിലയിൽ രാജിവെക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് പ്രശാന്ത് ശിവൻ? രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് രാഹുൽ ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല. ഒന്നാമതായി, ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്ന ഓഡിയോയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളുടെ മുഴുവൻ നിലപാട് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പേര് പറയാത്ത ഒരു ആരോപണത്തിന് ഞങ്ങൾ എന്തിനു മറുപടി പറയണമെന്നായിരുന്നു ഇന്നലത്തെ കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. ഇന്ന് കാലത്ത് സ്ക്രീൻഷോട്ടുകൾ, വാട്സാപ്പ് ചാറ്റിന്റെയും ടെലിഗ്രാം ചാറ്റിന്റെയും സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നു. ഇൻസ്റ്റാഗ്രാം ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നു. അദ്ദേഹത്തിന്റെ വാട്സാപ്പ് ഓഡിയോ പുറത്തു വന്ന സമയത്ത്, വാട്സാപ്പ് കോൾ പുറത്തു വന്ന സമയത്ത് അതിന്റെ ആ ഒരു ഓഡിയോയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇന്നത്തെ പത്രസമ്മേളനത്തിലെ റിപ്പോർട്ടർമാർ മാറി മാറി ചോദിച്ചിട്ടും അതിനെക്കുറിച്ച് വ്യക്തമായ യാതൊരു മറുപടി നൽകുവാനും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. രണ്ട്, ഇത്തരത്തിൽ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു വാട്സാപ്പ് ഓഡിയോ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്ത് നിയമ നടപടിയാണ് രാഹുൽ ഇതുവരെയായി സ്വീകരിച്ചിട്ടുള്ളത്? അപ്പൊ അതിനർത്ഥം താൻ അത് ചെയ്തു എന്ന് അയാൾ സ്വയം സമ്മതിക്കുകയാണ്. രണ്ട്, ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ധാർമ്മികമായി രാജിവെച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ധാർമ്മികത എന്ന് പറയുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം മാത്രമല്ല രാജിവെക്കേണ്ടത്. ഇത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര പ്രശ്നമല്ല, കേരളത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ കോൺഗ്രസുകാർക്ക് വേണ്ടാത്ത, കോൺഗ്രസുകാർ ഉപേക്ഷിച്ച് അവരെ രാജിവെച്ചു കഴിഞ്ഞാൽ കോൺഗ്രസുകാർക്ക് വേണ്ടാത്തയാളെ കൊണ്ട് തള്ളുന്നതിനുള്ള ചവറ്റുകൊട്ടയല്ല പാലക്കാട് എന്ന് പറയുന്നത്. കോൺഗ്രസ് അദ്ദേഹം ധാർമ്മികമായി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയിൽ എന്തെങ്കിലും അദ്ദേഹം നീതി പുലർത്തുന്നുണ്ടെങ്കിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ട്. ഇനി സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തിക്കുന്നത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഇതിലൊരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നാൽ പരാതിക്കാര് ഇല്ലാതെ തന്നെ, യാതൊരുവിധ പരാതിയും ഇല്ലാതെ FIR എടുക്കുവാനും കേസ് രജിസ്റ്റർ ചെയ്യുവാനും അറസ്റ്റ് ചെയ്യുവാനുമുള്ള അധികാരം പോലീസിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഇതുമായി ബന്ധപ്പെട്ട് VD സതീശനോട് നേരിട്ട് ഞാൻ പരാതി ബോധിപ്പിച്ച സമയത്ത് ഇന്ന് കാലത്ത് പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പിതൃവാത്സല്യത്തോടു കൂടി അത് ക്ലിയർ ആക്കുന്നതിന് കോംപ്രമൈസിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്ന്. ഇവിടെ ഒരു പെൺകുട്ടിയെ 5 സ്റ്റാർ ഹോട്ടലിലെ കിടപ്പുമുറിയിലേക്ക് വിളിക്കുന്നതാണോ ഒരു പിതൃവാത്സല്യത്തോടു കൂടി കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം? ഇവിടെ സ്ത്രീകളുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്തേണ്ടതിന് പകരം അദ്ദേഹത്തിനെ വരവേൽപ്പൊരുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത്. അവിടെ സ്ത്രീകളുടെ മാനത്തിന് വിലയിട്ട പാലക്കാടിന്റെ MLAക്കെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് പാർട്ടി കൈക്കൊണ്ടത് എന്ന് അവർ ജനങ്ങളോട് മറുപടി പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. ഇത് മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എനിക്ക് തോന്നുന്നത് ഇവിടെ പാതിരാത്രിയിലെ രാഹുൽ ചാറ്റർജിയുടെ പാതിരാ മെസ്സേജ് ലഭിക്കാത്ത ഒരേ ഒരാള് സോണിയാഗാന്ധി മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസിന് സ്വമേധയാൽ കേസെടുക്കുവാനുള്ള വകുപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതുവരെയായി പോലീസ് കേസെടുത്തിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു പെണ്ണുപിടിയനായ MLA, ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇതുപോലെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ആളുകളെ തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം. ഇത്തരത്തിലുള്ള ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും പൊതുരംഗത്തെന്നല്ല ഏത് മേഖലയിലും അവർ പ്രവർത്തിക്കാൻ അർഹരല്ല. ഇതുപോലെയുള്ള സ്ത്രീ ലംബടന്മാർക്കെതിരെ സ്ത്രീകൾ ചൂലുകെട്ടുമായി തെരുവിലിറങ്ങുന്ന കാഴ്ച അതിവിദൂരമല്ല. കാര്യം കൂടെ ഈ വളരെ വൈകിയ വേളയിൽ ചെറിയൊരു കാര്യം കൂടെ എടുക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എനിക്ക് തോന്നുന്നു ധന്യ രാമനാഥ് സൂചിപ്പിക്കുന്നുണ്ട്, മുതലമടയിൽ BJPയുടെ നേതാവ് ഒരു പോക്സോ കേസിൽ പ്രതിക്കുന്നു. ഇവിടെ പുറത്തു വരുന്ന വാട്സാപ്പ് ചാറ്റുകളുടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ 2020-ലെയും 2019-ലെയും എല്ലാം വർഷങ്ങൾ പുറകിലോട്ടുള്ള ചാറ്റുകളാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരവധി വന്നിട്ടും കോൺഗ്രസ് പാർട്ടി ഇതുപോലുള്ള പെണ്ണുപിടിയന്മാരെ സംരക്ഷിക്കുന്ന നയമായിരുന്നു എടുത്തിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?